ട്രിബ്യൂട്ടിൽ ഉപരിയായിട്ട് ഓരോ സെക്കൻഡ് നമ്മൾ ആസ്വദിക്കുക എന്ന് പറയില്ലേ. ഞാനിങ്ങനെ ലാൽചാനൊക്കെ നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടേ ഞാനിങ്ങനെ ഇങ്ങനെ തന്നെ നോക്കി നിന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട് വൈ ആർ യു സ്റ്റിയറിംഗ് അറ്റ് മീ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് റീൽ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടി. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ എന്നെ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ലെജൻഡുകളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയ ആൾക്കാരാണ് ഞാൻ വിഷ്ണു. അപ്പോൾ ഈ പടത്തിലാണെങ്കിലും അശോകേട്ടൻ, ലാലിച്ചായൻ അവരുടെ അഭിനയിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള അഭിനയത്തിനുപരിയായിട്ട് അവരഭിനയിച്ച സിനിമകളിലൂടെയുള്ള ഒരു കടന്നുപോക്കുണ്ട്. ഇപ്പൊ ഞാൻ നിർണയത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, പഴയ സിനിമകളുടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലൂടെയുള്ള അവരുടെ കഥകളില്ലേ, ആ കഥകളിലൂടെയാണ് ഈ സിനിമ മുഴുവൻ കടന്നുപോയത്. അശോകേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടറാണ്. അതിൽ മാത്രമല്ല, ഇപ്പൊ ഞാൻ വിഷ്ണു ഏറ്റവും പുള്ളി ചോദിച്ച യമനിക എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് അശോകൻ ചേട്ടനോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ പെരുവഴിയപ്പല മുതലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പത്മരാജൻ സ്കൂളാണ് അദ്ദേഹം ചെയ്ത ഓരോ വേഷവും എങ്ങനെയാണ് അമരത്തിലെത്തിയത്, അമരത്തെ ആ മുടി ഇങ്ങനെ ചുരുട്ടിയിട്ടത് ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള കുഞ്ഞു നമ്മളെ പോലെയുള്ള സിനിമ ആസ്വദിക്കുന്ന സിനിമാ പ്രേക്ഷകന്റെ കൗതുകങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ കടന്നുപോയത്. അപ്പോ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ BGM കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. സാധാരണ നമ്മൾ നായകന്മാരാവുന്ന പടങ്ങൾ ഞാൻ വിഷ്ണു കാണാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ പറയുന്ന സിനിമ ടാക്കീസിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്നത്. ഈ കാണുമ്പോൾ അന്ന് എൻ്റെ വിഷ്ണുവിന്റെ മുമ്പിൽ ലാലിച്ചായൻ ചെയ്തു വെച്ച സംഭവങ്ങൾ നമ്മളത് കണ്ടങ്ങ് പോവുള്ളൂ, അഭിനയിച്ചങ്ങ് പോവുള്ളൂ. പക്ഷെ RR വന്നപ്പോൾ അല്ലെങ്കിൽ BGM വന്നപ്പോൾ വില്യംസ് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ സിനിമയില്. അത് RR വന്നപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്ന കുഞ്ഞു മൈന്യൂട്ട് എക്സ്പ്രഷൻസ് നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി നിങ്ങൾ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഈ സബ്ജക്റ്റ് ആദ്യം കേട്ട സമയത്ത് എനിക്കൊരു ഭയമുണ്ട്. ഞാൻ ഈ സബ്ജക്റ്റ് ആദ്യം വായിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വർക്കാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം ആദ്യം എടുത്തു. പിന്നീട് ഞാൻ ഈ സബ്ജക്റ്റ് ഈ പ്രത്യേക മതവിഭാഗത്തിലുള്ള മുന്തി ആൾക്കാരോട് പോയി ഡിസ്കസ് ചെയ്തു. അവിടുത്തെ ഈ പ്രത്യേക മതവിഭാഗത്തിലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഞാൻ ഡിസ്കസ് ചെയ്ത ശേഷം അവർക്കും ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളോട് എതിർപ്പുള്ള ആളുകളുണ്ട് ഇവരുടെ ഇടയിൽ. അപ്പോൾ അവിടെ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ളത് കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ ഈ പടം ചെയ്തത്. ഒരിക്കലും ഞാനും വിശ്വാസിയാണ്, എനിക്കും വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളൊരു വിശ്വാസത്തിൽ ഇകഴ്ത്തി കളയണമെന്നില്ല. ഇതിലെ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ആളുകള്, പിന്നെ അതുപോലെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ പേരിലാണ് പിന്നീട് ഞാൻ ഈ പടം ചെയ്യാന്നുള്ള തീരുമാനം എടുത്ത് വരാനും ഇടയായത്. ഞങ്ങൾ പിടിച്ചതാണ് നമ്മുടെ വെടിക്കെട്ട് അല്ലേ. വെടിക്കെട്ടില് അത്യാവശ്യം നമ്മള് ആക്ച്വലി ഞങ്ങൾ ഒരിക്കലും സീരിയസ് ആവണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയ പടമൊന്നുമില്ല വെടിക്കെട്ട്. വെടിക്കെട്ടുള്ള സബ്ജക്റ്റ് വളരെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിൻ്റെയൊക്കെ ഭയങ്കര കനമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് എഡിറ്റിംഗിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ തമാശയാണ് മാറ്റപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോൾ തമാശകളാണ് നമ്മൾ എഡിറ്റിംഗ്, ഹ്യൂമറിൽ കഥ മുന്നോട്ട് പോട്ടെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങള് വെടിക്കെട്ട്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശശുദ്ധിയുള്ളൂ. ഇവർ രണ്ടുപേരും, ഞാൻ രജിത്തേന്റെയും ഈ പറയുന്ന ശ്രീത്തേന്റെയും വെച്ച് കൊണ്ട് തന്നെ പറയുകയാണ്, ഇവർ രണ്ടുപേരുടെയും ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലൊരു തമിഴ് പടം ശിവകാർത്തികേയന്റെ ഒക്കെ പടങ്ങളില്ലേ, അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവർ ഈ പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇവരുടെ മീറ്റർ അതാണ്, ഇവരുടെ കണ്ടന്റ് ബേസ് അതായിരുന്നു. അല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യവും അവര് അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ അവര് കൃത്യമായിട്ട് അതിന് എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട്, അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ സിനിമയിൽ ഏറ്റവും വലിയ ബലം, ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ, ഒരാൾ ചോദിച്ചല്ലോ ഇവിടുത്തെ കുറെ പേരെ ചെറുതായിട്ടെങ്കിലും ഇത് ചെയ്തിട്ടുണ്ട്. അത്
നമ്മൾ കണ്ടിട്ട് കൈ അടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു സെക്കൻഡ് ഷോ കഴിഞ്ഞു അല്ലെ, ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മളെ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓഡിയൻസ് കൈയടിക്കണമെങ്കിൽ 99% പേരുടെ അഭിപ്രായം അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിരിക്കണമെങ്കിൽ സത്യമല്ലേ? അപ്പൊ ആ കൈയടി സിനിമയ്ക്ക് അർഹരാണ് ഞങ്ങൾ ആ കൈയടി. അത്രേ ഉള്ളൂ. നമുക്കൊരു സംഭവം പറയാം. നമ്മൾ ആ പടത്തിന്റെ റിവ്യൂല് പടത്തിന്റെ റെസ്പോൺസിന് ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ടൈറ്റില്. അപ്പൊ നമ്മുടെ മനസ്സ് വിഷമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇത് വെറുതെ ഒരു പരിപാടിയല്ല. നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാക്കിയത്. ഒരു സിനിമ സ്വരുക്കൂട്ടി എടുക്കാൻ നോക്കുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആൾക്കാർ നല്ലതും പറഞ്ഞിട്ട് നമ്മൾ മൊബൈലിൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഹെഡിങ്ങിൽ ഒരു വീഡിയോ കാണുന്നുണ്ട്. അയ്യോ അപ്പൊ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് എല്ലാവരും പോസിറ്റീവ് പറയണം. ഈ വീഡിയോ എടുത്ത ആൾ തന്നെ പോസിറ്റീവ് പറയണം. പക്ഷെ അതിന്റെ ഹെഡിങ് പക്ഷെ നമ്മളെ തളർത്തി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ദൈവമേ നെഗറ്റീവ് കണ്ടിട്ടാണെങ്കിലും ഈ വീഡിയോ എല്ലാവരും അപ്പൊ ഇതെങ്ങനെയാണോ സ്വരച്ചേർച്ചയില്ലായ്മകളുണ്ട് നമ്മളിൽ. അത് നമ്മുടെ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇല്ല, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അല്ല, ഞാനിന്ന് കണ്ട വേറെ വീഡിയോസ് കണ്ടോ, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനീ പറഞ്ഞത് സിനിമ സീരിയൽ ആ